നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോള്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 29/8/2025 വെള്ളിയാഴ്ച രാവിലെ റബ്ബർ വില, സ്വർണ്ണവില 1 ഗ്രാമിൻ്റെ മുകളിൽ 15 രൂപയും 1 പവൻ്റെ മുകളിൽ 120 രൂപയാണ് കൂടിയിരിക്കുന്നത്. കുരുമുളക് വിലയും കൂടുന്നു. ഇനി നമുക്ക് റബ്ബർ വില നോക്കാം. റബ്ബർ വില കോട്ടയം RSS 4 കിലോ 189, RSS 5 കിലോ 186, ISNL 20 164, ലാറ്റക്സ് 60% ഡിയാസിന് 132 രൂപ 10 പൈസയാണ്. ഇതാണ് കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 189, RSS 5 കിലോ 186. ഇതാണ് കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിനും ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 181, ലോട്ട് കിലോ 169 മുതൽ 174. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 121, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 90 രൂപ 75 പൈസ ആണ്. കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 181, RSS 5 കിലോ 178, ISNL 20 162 രൂപ 50 പൈസ മുതൽ 163 രൂപയാണ്. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ വ്യാപാരി വില 103 മുതൽ 110 രൂപയാണ്. ഇന്നത്തെ വിലയിൽ RSS 4ഉം 5ഉം ISNLും ഒട്ടുപാലും മാറ്റമില്ലാതെ തുടരുകയാണ്. ഓണവിപണി ലക്ഷ്യമാക്കി അനുകൂലമായ കാലാവസ്ഥ വന്നതിൽ ഇപ്പോൾ പ്രതികൂലമായ കാലാവസ്ഥയാണ് വന്നിരിക്കുന്നത്. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾക്കും റബ്ബർ കർഷകർക്കും പാട്ടമെടുത്തവർക്കും വളരെ നിരാശ തന്നെയാണ്. ഈ ആഴ്ച വരെ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥ നിഗമനം. കവറിടാത്ത മരങ്ങൾ വെട്ടാത്തതും മറ്റ് കവറിട്ട മരങ്ങളെല്ലാം മിക്ക ടാപ്പിംഗ് തൊഴിലാളികളും വെട്ടിയിരിക്കുകയാണ്. കേരളത്തിലെ മറ്റു നോക്കുമ്പോൾ രാവിലത്തെ സ്വർണ്ണവില, സ്വർണം 1 പവൻ 22 ക്യാരറ്റ് 9405, 1 പവൻ 75,240. അതേസമയം 24 ക്യാരറ്റ് 1 ഗ്രാം 10,260, 1 പവൻ 82,080 രൂപയാണ്. സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇനി തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 85, കൊപ്ര എടുത്തപടി 219, വെളിച്ചെണ്ണ ലിറ്ററിന് മില്ലിലെ 480, അടയ്ക്ക പുതിയത് 350, പഴയത് 360, കാഞ്ഞിരക്കുരു 1850, കയർ ഇഴക്കയർ 10, കരിപ്പൊട്ടിക്കയർ 10 മുതൽ 15, ജാതിക്ക തൊണ്ടോട് കൂടി 300, കുരുമുളക് അൺഗാർബിൾഡ് കിലോ 692, കുരുമുളക് പുതിയത് 682, കുരുമുളക് ഗാർബിൾഡ് കിലോ 712, ചുക്ക് ബെസ്റ്റ് 250, മഞ്ഞൾ സേലം 155, പൈനാപ്പിൾ പച്ച 32, പഴം 32, കുരുമുളക് വയനാടൻ കിലോ 685, ചേട്ടൻ 675. നെല്ല് 2300. അത്തം തുടങ്ങിയതിന് പിന്നാലെ ശക്തമായ മഴ ഓണാഘോഷത്തിൻ്റെ പൊലിമ കുറയ്ക്കുകയും വിപണിയിൽ വലിയ മാന്ദ്യം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഓണവിപണി മുന്നിൽ കണ്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം വസ്ത്രങ്ങളും മറ്റും വിപണിയിലെത്തിച്ചവരും പച്ചക്കറിയും പൂക്കളും അടക്കം എത്തിക്കാനിരിക്കുന്നവരും ആശങ്കയിലാണ്. മിക്ക കടകളിലും പഴവർഗ്ഗങ്ങൾക്ക് വളരെ ചെലവ് കുറവാണ്. ഈ പ്രതികൂല കാലാവസ്ഥമായതിനാൽ തൊഴിലാളികൾക്ക് ശരിയായി ജോലിക്ക് പോകാനോ മറ്റും സാധിക്കുന്നില്ല. കണ്ടതിൽ വളരെയധികം നന്ദി.